ചിലർ അങ്ങനെയാണ്, തോറ്റ് തോറ്റ് പിന്നെയും തോറ്റ് ഒടുവിൽ ആ തോൽവികളുടെ കൂമ്പാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഒരു വിജയം തീർക്കും. എന്നെ തോൽപ്പിക്കാനാവില്ലെന്ന വലിയൊരു സന്ദേശം ഈ ലോകത്തിന് നൽകിക്കൊണ്ട്. എന്നാൽ അത് ഒരു സന്ദേശം മാത്രമായിരിക്കില്ല, കൃത്യമായ എന്നാൽ നിശബ്ദമായ ഒരു മറുപടി കൂടിയാണത്. ചിലർക്കുള്ള നല്ല ചുട്ട മറുപടി. ക്രിക്കറ്റ് ലോകത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു പേരാണ്. അതെ, സഞ്ജു വിശ്വനാഥ് സാംസൺ, നമ്മുടെ സ്വന്തം മലയാളി ചേട്ടനെ കുറിച്ച്. ആവശ്യത്തിലധികം അവഗണിക്കപ്പെട്ടവന്റെ പേരാണത്. ആവശ്യത്തിലധികം ഒറ്റപ്പെട്ടു പോയവന്റെ പേരും. പ്രതിഭയാൽ സമ്പന്നമായിട്ടും പ്രതിസന്ധികളിൽ താങ്ങായി നിൽക്കാൻ ഒരാൾ പോലും ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം തടയപ്പെട്ടു പോയവൻ. പക്ഷേ അവർ ഒരു കാര്യം ഓർത്തില്ല. ഒരാളുടെ ചരിത്രം അങ്ങനെ മറ്റൊരാളുടെ ഔദാര്യം കൊണ്ട് മാത്രമല്ല രൂപപ്പെടുന്നത്. തോറ്റ് പിന്നെയും തോറ്റ് ഇനി നിനക്ക് ജയിക്കാനാവില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ, അവഗണിച്ചവരുടെ മുന്നിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ, മാറ്റി നിർത്തിയവരുടെ മുന്നിൽ, കളിയാക്കിയവരുടെ മുന്നിൽ, വില കുറച്ച് കണ്ടവരുടെ മുന്നിൽ പ്രതീക്ഷയുടെ തിരുനാളം കൊളുത്തി കഠിനാധ്വാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഒരാൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാലം ചരിത്രത്തെ അയാൾക്ക് വേണ്ടി മാറ്റിയെഴുതും എന്നതാണ് സത്യം. ആ ചരിത്രം മാറ്റിയെഴുതിയവന്റെ പേരാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ആരുടെയും അമിതമായ സ്വാധീനമോ PR വർക്കുകളോ ഇല്ലാതെ സ്വന്തം കഴിവിനെ സ്വയം തേച്ചു മിനുക്കി തൻ്റെതായ ഒരു സിംഹാസനം പണികടിപ്പിച്ചവൻ. അതെ, ഇന്ത്യ T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും അയാളോടാണ്. മറ്റുള്ളവരൊക്കെ മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് ഏറ്റവും നിർണായകമായ സമയത്ത് മറ്റുള്ളവരൊക്കെ പരാജയപ്പെട്ടപ്പോൾ ലോകകപ്പിന്റെ പടിക്ക് പുറത്തേക്ക് പോകേണ്ടിയിരുന്ന ഒരു രാജ്യത്തെ എല്ലാ ഉത്തരവാദിത്വവും സ്വന്തം ചുമലിലേറ്റി അയാൾ വിജയിപ്പിച്ചെടുത്തു. ഒരുപക്ഷെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഇന്നിംഗ്സിലൂടെ. ഒരാൾ എപ്പോഴാണ് ശരിക്കും ഒരു താരമാകുന്നത്? പരാജയത്തിന്റെ പക്കൽ നിന്ന് നിർണായകമായ നിമിഷങ്ങളിൽ വിജയത്തിന്റെ മണിമാളിക കെട്ടാൻ മറ്റുള്ളവർക്ക് പ്രതീക്ഷകൾ നൽകുമ്പോൾ ഒരാൾ ഒരു താരമായി മാറും, അല്ലെ? എന്നാൽ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ച് ഒടുവിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുമ്പോൾ അയാൾ ഒരു താരരാജാവാകുന്നു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ അങ്ങനെ അടയാളപ്പെട്ടവരാണ്. ഇവിടെയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു നേടിയ 50 പന്തിലെ 97, തൊട്ടടുത്ത സെമി ഫൈനൽ മത്സരത്തിലെ 42 പന്തിലെ 89 റൺസും ചർച്ചയാവുന്നത്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും അയാൾ തികച്ചും വ്യത്യസ്തനാണ്. തന്റെ ക്രിക്കറ്റ് കരിയറിൽ അയാൾ എല്ലായ്പ്പോഴും ഒറ്റയ്ക്കായിരുന്നു. പ്രതിഭയുടെ ധാരാളിത്തം ഉണ്ടായിട്ടും അയാൾക്ക് വേണ്ടി വാദിക്കുവാനോ അയാളുടെ വലിപ്പം കാണുവാനോ അധികമാരും മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ വീഴ്ചകളിൽ പോലും അയാൾ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടേയിരുന്നു. തന്റെ ജൂനിയറായി വന്നവർ പോലും തന്നെക്കാൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചു. 10 വർഷത്തെ ക്രിക്കറ്റ് ജീവിതത്തിൽ രാജ്യത്തിനായി കളിച്ചത് ആകെ 66 മത്സരങ്ങൾ മാത്രം. ഏറ്റവും ഒടുവിൽ കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും അടുത്ത ഒരു മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് 2.5 വർഷമായിട്ടും തുടരുകയാണ്. പക്ഷേ അയാൾ ഇപ്പോഴും ശാന്തനാണ്. നിഷേധിക്കപ്പെട്ട അവസരങ്ങൾക്ക് മുന്നിൽ ആരോടും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ അയാൾ ഇപ്പോഴും അക്ഷോഭ്യനായി ഈ കളിക്കളങ്ങളിലുണ്ട്. ഒരു മികച്ച കളിക്കാരൻ, ഒരു മികച്ച വ്യക്തിത്വത്തിനു കൂടി ഉടമയായിരിക്കുമെന്ന് കാലം അയാളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആ ശാന്തതയുടെ, ക്ഷമയുടെ, പക്വതയുടെ, കഠിനാധ്വാനത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടാണ് ഈ T20 വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് നടന്ന 2 മത്സരങ്ങൾ. വെസ്റ്റ് ഇൻഡീസിനെയും ഇംഗ്ലണ്ടിനെയും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞയക്കുമ്പോൾ നിർണായകമായ ഈ 2 മത്സരങ്ങളിലും നിറസാന്നിധ്യമായത് നമ്മുടെ ഈ മലയാളിയാണ്. അതെ, കുറ്റം പറഞ്ഞവരെ കൊണ്ടും കളിയാക്കിയവരെ കൊണ്ടും ഒടുവിൽ അയാൾ തിരിച്ചു പറയിപ്പിച്ചു. രസകരമായ കാര്യം, അങ്ങനെ മാറ്റിപ്പറഞ്ഞവരുടെ കൂട്ടത്തിൽ പോയ കാലത്തിന്റെ ഇന്ത്യൻ ഇതിഹാസങ്ങളായിരുന്നു ഏറെയുമെന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ അത് കാലത്തിന്റെ കാവ്യ നീതിയായിരിക്കാം. കഴിഞ്ഞ നിർണായകമായ 2 മത്സരങ്ങളിൽ തുടർച്ചയായി മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയ അയാളെ സംബന്ധിച്ച് ആത്മവിശ്വാസം ആവോളമുണ്ടാകും. ഒപ്പം 150 കോടി ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഭാരവും അയാളിലുണ്ടാകും. കാരണം ഇന്ത്യ എന്ന രാജ്യത്തിന് ക്രിക്കറ്റ് വെറും ഒരു കളിയല്ല, അതൊരു ദേശീയ വികാരമാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിയുന്ന വികാരം. അതുകൊണ്ടാണല്ലോ ഇവിടെ ക്രിക്കറ്റ് ദൈവങ്ങൾ പോലും സൃഷ്ടിക്കപ്പെട്ടത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആ വിശ്വകിരീടത്തിൽ നമ്മുടെ രാജ്യം മുത്തമിടുന്ന മനോഹരമായ നിമിഷത്തിനായി. ഒപ്പം സഞ്ജുവിനും ഒരു നല്ല ദിവസമാവട്ടെ. ഒരുപക്ഷെ ന്യൂസിലൻഡുമായുള്ള ഫൈനലിൽ ഇനിയൊരു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം കൂടി അദ്ദേഹത്തെ തേടിയെത്തിയാൽ അയാൾ ഈ ലോകകപ്പിന്റെ താരമായി അടയാളപ്പെടുന്നതിലേക്ക് കൂടി കാര്യങ്ങൾ മാറിയേക്കാം. അങ്ങനെ വന്നാൽ
വലിച്ചെറിയപ്പെട്ടവൻ വജ്രായുധമായി മാറിയ ഒരു മനോഹരമായ കഥയിലെ നായകനായി അയാളുടെ പേര് ഒന്നുകൂടെ വർണ്ണാഭമാകും. അതിനയാൾക്ക് കഴിയട്ടെ. അതോടൊപ്പം ഒരാൾക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും ശക്തമായി തിരിച്ചു വരാൻ കാലം കരുതി വെച്ച മനോഹരമായ ഒരു പാഠപുസ്തകത്തിന്റെ പേര് കൂടിയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. സഞ്ജു, നിനക്ക് നന്ദി. വരാനിരിക്കുന്ന പുതിയ തലമുറകൾക്ക് നീ ഒരു വലിയ പ്രചോദനമായി മാറിയതിന്.